വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിപ്പുളി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് വാളംപുളി കുതിർക്കാനാക്കി വെക്കാം. 250 ഗ്രാം ഇഞ്ചി കുത്തി എരിഞ്ഞതാണ് ഞാൻ ചേർക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്കിതിനെ നന്നായിട്ട് മുരിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ വറുത്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതിനെ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. വറുത്തെടുത്ത ഇഞ്ചി തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുക്കാം. ഇതിലത്തെ എരിവ് ശരിക്കും പച്ചമുളകിന്ന് വരുമ്പോഴാണ് നിങ്ങളുടെ ഇഞ്ചിപ്പുളിക്ക് ഏറ്റവും സ്വാദ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പച്ചമുളക് കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിച്ച ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയാണിത്. ഇഞ്ചി വറുക്കാൻ ഉപയോഗിച്ച അതേ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് ചൂടാക്കി കടുക് ഇട്ട് പൊട്ടിക്കാം. ആവശ്യത്തിന് കുറച്ച് ഉണക്കമുളകും കൂടെ ചേർക്കാം. ഇഞ്ചി പൊടിച്ചതും പച്ചമുളകും കറിവേപ്പിലയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പുളിവെള്ളം പിഴിഞ്ഞെടുത്ത് ഒന്ന് അരിച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മധുരം അനുസരിച്ച് ശർക്കര പാനിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് കുറുകി വരണം. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. സദ്യ സ്പെഷ്യൽ ഇഞ്ചിപ്പുളി റെഡി.